ഹായ് ഫ്രണ്ട്സ്, ഫോട്ടോഗ്രാഫിയിലും സിനിമാഗ്രാഫിയിലും ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് ലൈറ്റ്. ലൈറ്റ് ജസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ബ്രൈറ്റ്നസ്സും ഡാർക്ക്നെസ്സും മാത്രമല്ല. ലൈറ്റ് ഷേപ്പ് ചെയ്ത് അതേപോലെ തന്നെ ഷാഡോ ഹൈലൈറ്റൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ലൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് സബ്ജക്റ്റിൻ്റെ ടോണ്, മൂഡ്, ടെക്സ്ചർ, വൈബ്രൻസി, ഈവൻ അറ്റ്മോസ്ഫിയർ വരെ ചേഞ്ച് ചെയ്യാം. നാച്ചുറൽ ലൈറ്റ് ഷേപ്പ് ചെയ്യാൻ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഷിമ്മർ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ റിഫ്ലക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. പക്ഷേ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ കൺട്രോൾ ചെയ്യാൻ അതേപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഒരുപാട് അക്സസറീസും പോസിബിലിറ്റീസും ഒരുപാട് കൂടുതലാണ്. മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾ അവൈലബിൾ ആണ്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സൺഗൺ മുതൽ ടെക്സ്റ്റണിലും ഫ്ലോറസെൻറ്റിലും LED-ലും ഒത്തിരി വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അതിലൊക്കെ ഓരോന്നിനും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ പ്രോസും കോൺസും, അതായത് മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. ടങ്സ്റ്റൺ ആകുമ്പോൾ ചൂട് വളരെ കൂടുതലാണ്, അപ്പോൾ കൂടുതൽ സമയം നമുക്ക് ലൈറ്റിന് മുന്നിൽ ഇരിക്കാൻ കഴിയില്ല. ഫ്ലോറസെൻ്റ് പലതും ആവശ്യത്തിനുള്ള ഔട്ട്പുട്ട് തരില്ല, അല്ലെങ്കിൽ കളറ് കറക്റ്റ് ആവില്ല. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഡീമെറിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. കറൻ്റ്ലി ഞാനൊരു പുതിയ ലൈറ്റ് വാങ്ങി, അപ്പോച്ചർ 300X. ഐ ഫീൽ ഇൻ ഓൾ ആസ്പെക്റ്റ് എ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ലൈറ്റ്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊരു ലൈറ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോച്ചർ 300Xനെ എനിക്ക് പെർഫെക്റ്റായി ഫീൽ ചെയ്യാനുള്ള റീസൺ ഞങ്ങളോട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ആൾ, ബിൽഡ് ക്വാളിറ്റി, മെറ്റൽ പ്ലസ് കാർബൺ ഫൈബർ ഡിസൈൻ, പിന്നെ അതിൻ്റെ ക്ലാമ്പ്, ലോക്ക്, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓൾ ഇൻ വൺ കൺട്രോൾ ബോക്സ്, ഈവൻ ക്യാരി കേസ് വരെ, നമുക്കതിൽ കയറി ഇരുന്നാൽ വരെ ഒന്നും പറ്റാത്ത ക്യാരി കേസ്. ദെൻ നോയ്സ്ലെസ് ഫാൻ. ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് LED പാനൽ ലൈറ്റാണ്, അത് ഫാൻലെസ് ആണ്, എന്നിട്ടും അതിനൊരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫാൻ ഉണ്ടായിട്ട് വരെ, അത് കൂളിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഫാൻ ഉണ്ട്, എന്നിട്ട് വരെ വളരെ നോയ്സ്ലെസ് ആയിട്ടുള്ള ഫാനാണ് ഇതിലുള്ളത്. സൗണ്ട് വളരെ കുറവാണ്. ദെൻ കളർ ആക്യുറസി. ഇതൊരു ബൈക്ക് കളർ LED ലൈറ്റാണ്. കെൽവിൻ 2700 മുതൽ 6500 വരെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ വാല്യൂവിൽ പറഞ്ഞാൽ CRI TLCI 96+ സ്കോറാണ് കമ്പനി പറയുന്നത്. അതായത് CRI എന്ന് പറഞ്ഞാൽ കളർ റെൻഡറിങ് ഇൻഡെക്സ്, മീൻസ് നമ്മുടെ ലൈറ്റ് സോഴ്സിൻ്റെ കളർ ഡിസ്പ്ലേ ആക്യുറസി ആണ് CRI മെഷർ ചെയ്യുന്നത്. 1 to 100 സ്കെയിലാണ് CRI പറയുന്നത്. 100 എന്നുള്ളത് ഡേ ലൈറ്റ് കറക്റ്റഡ് ആണ്, ഡേ ലൈറ്റാണ് 100. അപ്പോൾ ഡേ ലൈറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് സോഴ്സിൻ്റെ കളർ ആക്യുറസി അപ്പർച്ചർ 300X സ്കോർ ചെയ്തത് 96+ ആണ്. അപ്പോൾ നമുക്ക് സ്കിൻ ടോണിൽ ഒരു കളർ ഗ്യാരണ്ടി കിട്ടും. ദെൻ ഔട്ട്പുട്ട് മോഡിൽ മാക്സിമം ഔട്ട്പുട്ട്, അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ടിൽ എക്സ്പോഷർ ചേഞ്ച് ഇല്ലാതെ നമുക്ക് കളർ ടെമ്പറേച്ചർ ഷിഫ്റ്റിംഗ് പോസിബിളാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് കുറച്ച് ചീപ്പറായിട്ടുള്ള ബൈക്ക് കളർ LED കമ്പയർ ചെയ്യുമ്പോൾ പലതും നമുക്ക് 50% ഔട്ട്പുട്ട് മാത്രമേ തീരുള്ളൂ. വാമിൽ 50%, കൂളിൽ 50%. ഫുൾ പവർ ചെയ്ത് കഴിഞ്ഞാൽ കെൽവിൻ ടെമ്പറേച്ചർ ഷിഫ്റ്റിംഗ് പോസിബിൾ അല്ല. ദെൻ അപ്പോർച്ചർ 300Xൽ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ, ബിൽഡിൻ എഫക്റ്റ് ഒരുപാടുണ്ട്. അത് എക്സ്പ്ലോഷൻ, ഫയർ വർക്ക് ലൈറ്റിംഗ്, അങ്ങനെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ലൈറ്റിംഗ് സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു 9 എഫക്റ്റ് ഓൾറെഡി അതിൽ ബിൽഡിനാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കൺട്രോൾ ഓപ്ഷൻസ് ആണ്. കൺട്രോൾ ബോക്സ് വെച്ചിട്ട്, ദെൻ റിമോട്ട് വെച്ചിട്ട് മൊബൈലിൽ നമുക്ക് സൈഡസ് ലിങ്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടും ലൈറ്റിനെ കൺട്രോൾ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ബട്ടൺ കാണാം, ഇതിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് ലൈറ്റുകൾ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെല്ലാം നമുക്ക് മൊബൈൽ ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇത്രയും ഫീച്ചേഴ്സാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. മറ്റ് ലൈറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു മാറ്റമായിട്ട് തോന്നിയത്. ഫൈനലി കമ്പനി നെയിം ഡിനോട്ട് ചെയ്യുന്ന പോലെ അപ്പർച്ചർ പ്ലസ് ഫ്യൂച്ചർ, അപ്പൂച്ചർ എന്ന് പറയുന്ന പോലെ ഭാവിയിൽ ഇനിയും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവെൻഷൻ നമുക്ക് കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.